ഹായ് ഡിയർ +1 സ്റ്റുഡൻസ്. +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടാണ് സംസാരിക്കാനുള്ളത്. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് +1 എത്തി, +1-ൻ്റേതായ പ്രത്യേകതകളും ആ +1 സയൻസ് പഠിക്കുമ്പോഴുള്ള 10th നിന്ന് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി വരുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ബോർഡ് എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കാരണം നമുക്ക് +2 ബോർഡ് എക്സാം എഴുതുന്നതിനോടൊപ്പം തന്നെ നീറ്റ് ജെഇ പോലെയുള്ള കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമുകൾ നമുക്ക് ക്രാക്ക് ചെയ്യണം. അങ്ങനെ ഒരു വലിയ ലക്ഷ്യവുമായിട്ട് വന്നതാണ് നിങ്ങൾ കിങ്സ് 11 ബാച്ചിലേക്ക്. അപ്പോൾ അതിൻ്റെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൺസെപ്റ്റ് വൈസും എക്സാമിനേഷൻ എഴുതുന്ന സ്കില്ല് വൈസും ഒക്കെ നമ്മൾ നിങ്ങളെ എലവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ GIBs ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 2 GIB നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പോൾ 3ാമത്തെ GIBയുടെ സമയമാണ് ഇനി. അപ്പോൾ ഈ GIBനെ കുറിച്ച് പറയുന്ന സമയത്ത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ സൈലത്തിൻ്റെ എല്ലാ സ്ട്രീമിലും എല്ലാ കോഴ്സുകൾക്കും നടത്തപ്പെടുന്ന പരീക്ഷയാണത്. അപ്പോൾ ഈ എക്സാം എഴുതുന്ന സമയത്ത് ഈ GIB ഒരു ആംബിയൻസ് ആണ്. ശരിക്കും നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നുണ്ട്, അതായത് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് അത് ആൻസർ ആയിട്ട് നമുക്ക് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു എക്സാമിനേഷൻ്റെ ആംബിയൻസിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ അറിവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം അത് നമുക്ക് പേപ്പറിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യാനും ഒരു എക്സാമിനേഷൻ്റെ ആൻസൈറ്റിയും ഫിയറും ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ ഉള്ള ഒരു പ്രോസസ്സാണ് ഈ GIB എഴുതുക എന്നുള്ളത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും, അതിപ്പോൾ സൈലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്ത കുട്ടികളാണെങ്കിലും ആർക്കും GIB രജിസ്റ്റർ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും +1 പഠിക്കുന്ന ജെഇ ആസ്പിരൻസ് ആയ എല്ലാ കുട്ടികളും GIB എഴുതണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളും എഴുതണം. കാരണം ആ എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഫീൽ ചെയ്യണം. കാരണം അതിന് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അത്. ആ ഓപ്പർച്യൂണിറ്റി നിസ്സാര കാര്യമില്ല. കാരണം നമുക്കൊരു എക്സാം എഴുതിയിട്ടുള്ള ഒരു പരിചയം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ സ്കെയിൽ നടത്തപ്പെടുന്ന പരീക്ഷകൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന വേണം. അപ്പോൾ നമുക്കറിയാം ജെയുടെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. അതേ പാറ്റേണിൽ തന്നെയാണ്, എക്സാക്റ്റ് ഡിക്റ്റോ ജെയുടെ അതേ മോഡലായിട്ട് തന്നെയാണ് സൈലം GIB നടത്തുന്നത്. ഒരു സബ്ജക്റ്റിന് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 20 ക്വസ്റ്റ്യൻ സെഷൻ എയും 5 ക്വസ്റ്റ്യൻ സെഷൻ ബിയും ആണ്. സെഷൻ ബിയിൽ ഓപ്ഷൻ ഇല്ല. ആ 5 ക്വസ്റ്റ്യനും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെഷൻ ബിയിൽ വരുന്ന 5 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 3 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നിന്നായി 25 വീതം 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എക്സാമിന്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം. നെഗറ്റീവിന് 1 മാർക്ക് പോകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് നഷ്ടമാവും. 1 മാർക്ക് ശരിയാക്കിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് ഒന്നും തന്നെ കിട്ടില്ല, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ രൂപത്തിലാണ് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പാറ്റേൺ. നിങ്ങൾക്കറിയാം, എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ മൊത്തം 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 300 മാർക്ക് ഉണ്ടാവും. ആ രൂപത്തിൽ ജെഇ നടക്കുന്നത്. അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ജെഇ ആസ്പിരൻസിനുള്ള കിങ്സ് 11 സ്റ്റുഡൻസ്, അതായത് +1 സ്റ്റുഡൻസ് ജെഇ ആസ്പിരൻസിനുള്ള GIB നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഡേറ്റ് ശ്രദ്ധിക്കുക, ജനുവരി 5-ാം തീയതിയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. സോ തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഈ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നിങ്ങളത് പിന്നേക്ക് മാറ്റി വെക്കരുത്. ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ ആ എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. എക്സാമിനേഷൻ്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കിങ്സ് 11 എക്സ്ക്ലൂസീവ് യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട റിവൈസ് ചെയ്യാൻ വേണ്ട കണ്ടന്റും ലൈവ് 1 ഷോട്ട് സീരീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഇപ്പം തന്നെ അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പ് എടുക്കുക. കാരണം കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. അപ്പോൾ സിലബസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ 3ാമത്തെ GIB ജനുവരി 5-ന് നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.